തൊഴിച്ചാലും മേന്മേൽ നിൻകളി കളിക്കയാൽ എൻ കളി കളിപ്പതിനാൻ കുഴിച്ചിത് മഹാവൈഭവവിനിക്കേറ്റം തൽപ്രഭാവത്തെ കണ്ടിട്ട് പ്രസാദത്തൊപ്പോണ്ടതും എല്ലാം നേർന്നു ബാലന്മാരെയും കണ്ടുകൊണ്ട് ശ്രീകൃഷ്ണ നദീതീരത്തുറാണ്ടായപ്പോൾ നിന്നാൽ ബാലന്മാരകതാരിൽ കാണാഞ്ഞാൽ ഒരു സംവത്സരം പോലും അവർക്ക് എന്ന കാലം അതൊരു മാകാലം ഇതുപോലെ
മൂടന്മാരെ താന്തോന്നികളെ
ആചാരങ്ങളെ അട്ടിമറിച്ച് ആചാരങ്ങളെ തച്ചു തകർത്ത് നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയും നാഗത്തറയും സർപ്പക്കാവും തച്ചു തകർത്തത് നിങ്ങളറിഞ്ഞു പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം ആറന്മുളയുടെ പ്രതിഷേധം അധികാരികളെ മൂടന്മാരെ തെമ്മാടികളെ തെമ്മാടിത്തം കാണിച്ചെന്നാൽ ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം ഒന്നായി തന്നെ പറഞ്ഞേക്കാം ഇവിടെ നടപ്പില്ല ഇവിടെ നടപ്പില്ല BJP ഇത് പറയുന്നു ആറന്മുളയുടെ അഭിമാനത്തെ തച്ചു തകർക്കാൻ നോക്കുന്നവരെ മറിക്കാൻ നോക്കുന്നവരെ നിങ്ങൾക്കായി താക്കീതായി BJP നൂറ്റാണ്ടുകളുടെ ചരിതം പറയും ആകത്തറയിൽ കൽപ്പക്കാവും അധികാരികളെ മൂടന്മാരെ നിങ്ങളെ മൂടത്തരങ്ങളെ നിങ്ങളെ വിട്ടിത്തരങ്ങളെ അമ്മയാറ്റി ഒഴുക്കിക്കളയും ജയ് ജയ് BJP ജയ് ഭാരത് മാതാ പ്രതിഷേധിക്കുക നാട്ടാരെ നിങ്ങളറിഞ്ഞോ നാട്ടാരെ ആറന്മുളയുടെ അഭിമാനത്തെ വാഴുവേലിൽ തറവാടിനെ ആചാരങ്ങളെ അട്ടിമറിച്ച് വിശ്വാസങ്ങളെ തച്ചു തകർത്ത് തകർക്കാൻ നോക്കുന്നേ DFN സർക്കാർ നൂറ്റാണ്ടുകളുടെ ചരിതം പറയും ആറന്മുളയുടെ അഭിമാനം നാഗത്തറയും സർപ്പക്കാവും തച്ചു തകർത്തത് നിങ്ങളറിഞ്ഞോ നാട്ടാരെ ആറന്മുളയുടെ അഭിമാനത്തെ അട്ടിമറിക്കും സർക്കാരെ DFN സർക്കാരെ ഒന്നിച്ചൊന്നായി പറയുന്നു ആറന്മുളയത് പറയുന്നു ആചാരങ്ങളെ സംരക്ഷിക്കാൻ വരുന്നു BJP ആറന്മുളയുടെ അഭിമാനത്തെ അട്ടിമറിക്കും സർക്കാരെ DFN സർക്കാരെ നൂറ്റാണ്ടുകളുടെ ചരിതം പറയും നാഗത്തറയും സർപ്പക്കാവും തകർത്തൊരു മൂടന്മാരെ സർക്കാരെ അധികാരികളെ തെമ്മാടികളെ മൂടന്മാരെ ഒന്നിച്ചൊന്നായി പറയുന്നു BJP ഇത് പറയുന്നു ഞങ്ങൾ അനുവദിക്കില്ല ആചാരങ്ങളെ അട്ടിമറിക്കാൻ സ്വത്തിനെ തട്ടി തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല BJP ഇത് പറയുന്നു ത്തിൽ പറയുന്നു പ്രതിഷേധം BJPയുടെ പ്രതിഷേധം നിങ്ങളറിഞ്ഞോ നാട്ടാരെ ആറന്മുളയുടെ അഭിമാനത്തെ തറവാടിനെ ആചാരങ്ങളെ അട്ടിമറിച്ച്
ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം, ഒരേ സ്വരത്തിൽ പറഞ്ഞേക്കാം. ആചാരങ്ങളെ സംരക്ഷിക്കാം, ആചാരങ്ങളെ സംരക്ഷിക്കാം. ഇതാ വരുന്നു ബി.ജെ.പി. ആറന്മുളയുടെ അഭിമാനത്തെ അട്ടിമറിക്കാൻ നോക്കുന്നവരെ, അധികാരികളെ മൂടന്മാരെ, നിങ്ങൾ കേൾക്കൂ ഈശ്വരം, ആറന്മുളയുടെ ഈശ്വരം, നമ്മുടെ എല്ലാം ഓമനയായും ഞങ്ങളുടെ പ്രിയ ടീച്ചറുടെ വാഴുവേലിൽ തറവാടിനെ അട്ടിമറിക്കും അധികാരികളെ, നൂറ്റാണ്ടുകളുടെ ചരിതം പറയും, ആകത്തറയും സർപ്പക്കാവും തച്ചു തകർത്തൊരു അധികാരികളെ. ഇല്ല മാപ്പില്ല, നിങ്ങൾക്കിനിയും മാപ്പില്ല. ബി.ജെ.പി. ഇത് പറയുന്നു, ആചാരങ്ങളെ സംരക്ഷിക്കും, സ്വന്തം ജീവൻ ബലിയർപ്പിച്ചും ആചാരങ്ങളെ സംരക്ഷിക്കും. ബി.ജെ.പി. ഇത് പറയുന്നു, ഒരേ സ്വരത്തിൽ പറയുന്നു, ജയ് ജയ് ബി.ജെ.പി. ജയ് ജയ് ഭാരത് മാതാ. പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം. ജയ് ജയ് ബി.ജെ.പി. ജയ് ജയ് ഭാരത് മാതാ. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, ആറന്മുളയുടെ അഭിമാനത്തെ, തച്ചു തകർത്തത് നിങ്ങൾ അറിഞ്ഞോ. നൂറ്റാണ്ടുകളുടെ ചരിതം പറയും, വാടുവേലിൽ തറവാട്ടിലെ നാഗത്തറയും സർപ്പക്കാവും തച്ചു തകർത്തത് നിങ്ങൾ അറിഞ്ഞോ. അധികാരികളെ മൂടന്മാരെ, മൂടന്മാരെ തമ്മാടികളെ, ആചാരങ്ങളെ അട്ടിമറിക്കാൻ കോപ്പുകൂട്ടും തമ്മാടികളെ. ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം, ഒരേ സ്വരത്തിൽ പറഞ്ഞേക്കാം. ബി.ജെ.പി. ഇത് പറയുന്നു, ആറന്മുള ഇത് പറയുന്നു, ആചാരങ്ങളെ സംരക്ഷിക്കും, പൈതൃക സ്വത്തിനെ സംരക്ഷിക്കും. ബി.ജെ.പി. ഇത് പറയുന്നു. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ആറന്മുളയിലെ പൈതൃകം സ്നേഹിക്കുന്ന സഹപ്രവർത്തക സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുരാവസ്തു വകുപ്പ് സുഗതകുമാരി ടീച്ചറുടെ വാഴവേലി തറവാട് സംരക്ഷിക്കാൻ എന്ന പേരിൽ ഈ തറവാട്ടിലെ അതിപുരാതനമായ കാവ് തകർത്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് ഭാരതീയ ജനതാ പാർട്ടി ആറന്മുള നിയോജകമണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാഴവേലിൽ തറവാട് സംരക്ഷണ സംഗമമാണ് ഇവിടെ ആരംഭിക്കുന്നത്. നമ്മുടെ ആദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രജി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബോലോ ഭാരത് മാതാ കി ജയ്, ബോലോ കെ സുരേന്ദ്രജി കി ജയ്, ജയ് ബി.ജെ.പി. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്.
ഇങ്ങോട്ട് വരും, ഇറങ്ങി വരും, സംസാരിക്കുന്നത് അല്ലേ? അനങ്ങുന്നോണ്ടോ? മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ സസ്യശ്യാമലാം മാതരം വന്ദേ മാതരം ശോഭ്രജ്യോത്സ്നാ പുളകിതയാമിനി ഉല്ലകുസുമിത ധ്രുവദലശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഗദാവരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഭാരത് മാതാ കി ജയ്. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കാനായി മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സി ബാബു പിടിക്കാൻ അവരുടെ ഈ പ്രതിഷേധ ജാഥയുടെ അധ്യക്ഷൻ ബഹുമാനായ ബിജെപിയുടെ ആലപ്പുഴ മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് ഓമലൂർ, ഈ സംരക്ഷണ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ ഏറെ ബഹുമാന്യനും ആരാധനമായ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അവരുടെ, പാർട്ടിയുടെ ഏറെ ബഹുമാന്യനായ ദേശീയ സമിതി അംഗവും പത്തനംതിട്ട ജില്ലയിലെ മുതിർന്ന നേതാവുമായ വി എൻ ഉണ്ണിച്ചേട്ടൻ അവരുകള്, ജില്ലയുടെ അധ്യക്ഷൻ അശോക് ജോൻ അവരുകള്, ദക്ഷിണ മേഖലയുടെ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ഷാജിയാർ നായർ അവരുകള്, ഇവിടെ കൂടിയിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ആറന്മുള വാഴവേലി തറവാട് സംരക്ഷിക്കണം, സുഗതകുമാരി ടീച്ചറിന്റെ തറവാട് സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കുവാനുണ്ടായ കാരണങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആറന്മുളയ്ക്ക് പുറത്തും കേരളത്തിൽ തന്നെ വലിയൊരു ചർച്ചാ വിഷയമായിരിക്കും. നമുക്കറിയാം, വളരെ പ്രാധാന്യമുള്ള ഒരു തറവാടാണ് വാഴവേലി തറവാട്. ആ തറവാടിലെ നിരവധി ചരിത്രങ്ങൾ ഉറങ്ങുന്നുണ്ട്. ആ ചരിത്രങ്ങളൊക്കെ ഉണർന്നു കഴിഞ്ഞാല് ഇവിടെ രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്ന CPM-ന് ആറന്മുളയുടെ മണ്ണിൽ എക്കാലവും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവാണ് ഇതിനകത്തുറങ്ങുന്ന ചരിത്രങ്ങളെ നശിപ്പിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ആ സുഗതകുമാരി ടീച്ചർ പ്രകൃതിയാണ് സ്നേഹിച്ചത്, പരിസ്ഥിതിയെയാണ് സ്നേഹിച്ചത്. അത് ആ പരിസ്ഥിതി പ്രവർത്തകയായിരുന്ന ആ കവയിത്രി, ആ സാഹിത്യകാരി തന്റെ ജീവന്റെ ഓരോ നിമിഷത്തിലും ഈ നാടിന് വേണ്ടി, ഈ പരിസ്ഥിതിക്ക് വേണ്ടി ഓരോ മരങ്ങൾ നട്ടുവളർത്തി ഈ നാടിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ തറവാട്ടില് അവരുടെ സംരക്ഷകരെന്ന് വ്യാജേന CPM നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ കേരള സർക്കാർ ആ വാഴവേലി തറവാട് നശിപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി സുഗതകുമാരിയുടെ ഓർമ്മകൾ ഇല്ലാതാക്കുവാനാണ് ഇവിടുത്തെ CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, നിരവധി പ്രാസംഗികരുണ്ട്. എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. ആറന്മുളയുടെ ഐതിഹാസികമായ വിമാനത്താവള സമരത്തിന് നേതൃത്വം കൊടുത്ത വാഴവേലി തറവാട്ടിലെ ഓരോ മലകൾക്കും ഓരോ കഥകൾ പറയാനുണ്ട്. ഇവിടെ ആ സമരത്തിനെതിരെ പ്രതികരിച്ച കേരളത്തിലെ സാംസ്കാരിക സാമൂഹിക നായകന്മാര് ഓരോ മരങ്ങൾ അവരുടെ പേരിൽ ഇവിടെ വെച്ചുപിടിപ്പിച്ചു. അതൊക്കെ പറന്ന് മന്ത്രിക്കുമ്പോൾ ഈ നാടിനോട് CPM കാണിച്ച അനീതി എക്കാലവും സ്മരിക്കപ്പെടും. അത് അവർക്കൊരു തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് CPM ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഇവിടുത്തെ കാവുകളും മരങ്ങളും നശിപ്പിച്ചുകൊണ്ട് ഒരു ചരിത്രത്തെ തന്നെ ഇല്ലാതാക്കുവാൻ സംരക്ഷകരെന്ന വ്യാജേന ഇതിന്റെ ആൾക്കാര് സംരക്ഷിക്കാനല്ല, ഇത് നശിപ്പിക്കാനാണ്
അവർക്കെതിരെയുള്ള ജനവികാരത്തിന് തെളിവുകളാണ് എക്കാലവും വാഴുവേലി തറവാട്. പക്ഷെങ്കില് CPM-കാര ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെന്റ് നിങ്ങളെ എത്ര നിർത്താനും ആറന്മുളയിലെ ജനങ്ങള് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഈ ചരിത്ര പുരാതനമായ ഈ തറവാട് സംരക്ഷിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ജനകീയ സമരങ്ങളില് ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം ചേരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിന് എല്ലാവിധ അനുഗ്രഹവും പാർത്ഥസാരഥിയുടെ മണ്ണിൽ നിന്ന് ഞങ്ങൾ തുടങ്ങിയതൊന്നും ഇന്ന് വരെ പരാജയപ്പെട്ടിട്ടില്ല. ഇതും വിജയത്തിലാകും. നിങ്ങൾ ചരിത്രങ്ങൾ പറയുന്ന പോലെ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഞങ്ങൾ പറയുന്ന ശരിയുടെ പാതെ CPM വരും എന്നും അങ്ങനെയാണല്ലോ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഏറെ ബഹുമാനനായ BJP-യുടെ ആറന്മുളയുടെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഭിലാഷ് ഓമല്ലൂര്, അദ്ദേഹത്തെ ഞാൻ ഈ സംരക്ഷണ സംഗമ റാലിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, നമുക്കറിയാം നിരവധി സമരങ്ങളിലൂടെ കേരള ചരിത്രത്തില് എക്കാലവും വലിയ വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത K. സുരേന്ദ്രൻ, അദ്ദേഹം നയിച്ചിട്ടുള്ള ഒരു സമരങ്ങളും ഇന്നുവരെ വിജയം കാണാതെത്തിയിട്ടില്ല. തീർച്ചയായിട്ടും ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹത്തെ ആറന്മുള നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരില് ഞാനേറെ ബഹുമാനത്തോടെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുക. ഈ യോഗത്തില് നമ്മൾ അഭിസംബോധന ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയുടെ ഏറ്റവും മുതിർന്ന പ്രവർത്തകന് BJP-യുടെ ദേശീയ സമിതി അംഗം ഏറെ ബഹുമാന്യനായ VN ഉണ്ണിച്ചേട്ടനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. ഈ യോഗത്തിന് ആശംസകൾ അറിയിക്കുന്ന പാർട്ടിയുടെ ദക്ഷിണ മേഖലയുടെ ജനറൽ സെക്രട്ടറി ഏറെ ബഹുമാന്യനായ ഷാജി ആർ നായര്, അതുപോലെ തന്നെ പാർട്ടിയുടെ ഏറെ ബഹുമാന്യനും ഏറെ പ്രിയങ്കരനുമായ പാർട്ടിയുടെ ജില്ലയുടെ അധ്യക്ഷന് അശോകൻ കുളനട, അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി വിജയകുമാർ മണിപ്പുഴ, അതുപോലെ തന്നെ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് അയ്യപ്പൻകുട്ടി, പാർട്ടിയുടെ ഉപാധ്യക്ഷൻ ഷാജി PR, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനനായ സൂരജ്, അതുപോലെ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് MS അനിൽകുമാർ, അതുപോലെ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ബിജു മാത്യു, അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന പാർട്ടിയുടെ എല്ലാ സംസ്ഥാന മണ്ഡലം നേതാക്കന്മാര്, അതുപോലെ എല്ലാ BJP-യുടെ പ്രവർത്തകര്, ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വന്ദേ മാതരം. ഈ വാഴൂരിൽ തറവാട് സംരക്ഷണ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി പാർട്ടിയുടെ ആദരണീയനായ സംസ്ഥാന അധ്യക്ഷനും നമ്മുടെ ശബരിമല സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിച്ച് 10-80 ദിവസത്തോളം 90 ദിവസത്തോളം അതിനുവേണ്ടി ജയിൽവാസം അനുഭവിച്ച ശബരിമല സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച നമ്മുടെ ആദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് ഒരു പുതിയ നിയോഗം ആയി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. വാഴവേലി തറവാട് അതിൻ്റെ ജൈവ സമ്പത്ത് സംരക്ഷിച്ച് അതിൻ്റെ തനതായ ശൈലിയിൽ നിലനിർത്തുന്നവരെ ഈ സമരത്തിന് അദ്ദേഹം ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആറന്മുള നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് വളരെയേറെ അഭിമാനമുണ്ട് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതിന്. ഈ യോഗം ഔപചാരികമായി ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ശ്രീ സുരേന്ദ്രജിയെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളും. ശ്രീ അഭിലാഷ്, മുതിർന്ന നേതാവ് ശ്രീ VN ഉണ്ണിച്ചേട്ടൻ, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അശോകൻ കുളനട അവർ, മേഖലാ ജനറൽ സെക്രട്ടറി ഷാജി ആർ നായർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള VA സൂരജ്, വിജയകുമാർ മണിപ്പുഴ, പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ, മോർച്ചകളുടെയും പോഷക സംഘടനകളുടെയും മറ്റ് ആദരണീയരായിട്ടുള്ള നേതാക്കൾ, സഹോദരന്മാർ, എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സുഗതകുമാരി ടീച്ചറുടെ ജീവിതം കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ചരിത്രവുമായി ഇഴുകിച്ചേർന്ന ഒരു ജീവിതമാണ്. കേരളത്തെക്കുറിച്ച് പുറം ലോകം അറിയപ്പെടുന്നത് പല പ്രമുഖരുടെയും പേരുകളിലാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു പേരായിരുന്നു സുഗതകുമാരി ടീച്ചർ നമ്മളോട് വിട പറഞ്ഞ് ഏതാനും മാസങ്ങളാണ്.
ഈ ഒരു സമരം ഈ വാഴവേലി തറവാടിന്റെ പേരിൽ ഈ കാവിന് മുമ്പിൽ നമുക്ക് നടത്തേണ്ടി വരുന്ന ശരിയായ ദുഃഖമുണ്ട്. കാരണം സുഗതകുമാരി ടീച്ചർ ജീവിച്ചത്, പ്രവർത്തിച്ചത് പ്രകൃതിയെ, അതിന്റെ ആവാസ വ്യവസ്ഥിതിയെ സ്വച്ഛന്തമായി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ടീച്ചറുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി ഉണ്ടായത്. കവിയും സാഹിത്യകാരിയും ഒക്കെയായി അറിയപ്പെടുമ്പോഴും, കവയിത്രിയും സാഹിത്യകാരിയും ഒക്കെ അറിയപ്പെടുമ്പോഴും അവരുടെ എല്ലാ പ്രവൃത്തിയിലും പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള സൂചനകളുണ്ടാകും. നമ്മുടെ ആവാസ വ്യവസ്ഥിതിയെ തകർക്കുന്ന ഏത് നടപടി, പ്രകൃതി ചൂഷണത്തെക്കുറിച്ചുള്ള ഏത് നടപടി നമ്മുടെ നാട്ടിൽ വരുമ്പോഴും ആദ്യം അതിനെതിരെ പ്രതികരിക്കുന്ന ഒരാൾ അത് ആറന്മുള വിമാനത്താവളത്തിന്റെ കാര്യം മാത്രമല്ല, അതിനു മുമ്പ് നടന്ന ഒട്ടേറെ സൈലന്റ് വാലി ആയാലും അതുപോലെ നമ്മുടെ നാട്ടിലെ വനം കൊള്ളകളായാലും ഒട്ടേറെ സന്ദർഭങ്ങളിൽ സുഗതകുമാരി ടീച്ചറുടെ ഇടപെടൽ ഒരു സാന്ത്വന സ്പർശമായി കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷിയുടെ ഒരു പ്രധാന പ്രതീകമായി. ടീച്ചർ ഈ കാവുകളും കുളങ്ങളും നമ്മുടെ പ്രകൃതിയും അതേപോലെ സംരക്ഷിച്ചു കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരാൾ നട്ട് നനച്ചു വളർത്തി അതിൻ്റെ വികാസ പരിണാമങ്ങളിലെല്ലാം അതിൻ്റെ ഓരം ചേർന്ന് നടന്ന ആ ടീച്ചറുടെ സ്വന്തമായിട്ടുള്ള ഈ കാവ് തന്നെ നോക്കൂ നിങ്ങൾ. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ ഭരണാധികാരികളുടെ തലയിൽ എന്താണ് കഴിവെന്നാണ്? ഏതെങ്കിലും ഒരു തലച്ചോറുള്ള ഭരണാധികാരി ചെയ്യുന്ന പണിയാണോ ഈ വാഴവേലി കാവിൽ നടന്നിരിക്കുന്നത്? എന്താണ് ഒരു കാവ് എന്നുള്ളത് ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ചിങ്കിടികളായിട്ടുള്ള ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും അറിയും. ഇങ്ങനെയുള്ള കാവുകളും ഇങ്ങനെയുള്ള നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിച്ച് നിർത്തുന്ന എത്രയോ ജനങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന, ഇനി എത്രയോ ഒരു നൂറ്റാണ്ടുകളോടെ നിലനിൽക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു കാവിൽ വികസനത്തിന് വേണ്ടി കാവിൽ മരങ്ങളും വള്ളികളും ചെടികളും നാഗങ്ങൾക്ക് കഴിയാനുള്ള അവസരങ്ങളും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു കാവ് എന്ന് പറയുന്നത്? ഒരു പാർക്ക് പറയും. ഏത് മരമണ്ടനാണ് ഈ പണിക്ക് നേതൃത്വം കൊടുത്തത്? അയാളെ ശരിക്കും നടു റോഡിൽ ചൂലെടുത്ത് ഈ നാട്ടിലെ അമ്മമാർ അടിക്കണമെന്നാണ് എനിക്ക് പറയാൻ. കാരണം സുഗതകുമാരി ടീച്ചർ ജീവിച്ചത്, മാധ്യമ പ്രവർത്തിച്ചത് പ്രകൃതിയെ ഇത്രമാത്രം അതിന്റെ ആവാസ വ്യവസ്ഥിതിയെ സ്വച്ഛന്തമായി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ടീച്ചറുടെ പ്രവർത്തനം. സുഗതകുമാരി ടീച്ചറുടെ ജീവിതവും ചരിത്രവുമായി ചേർന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥ ആ കുടുംബവും ആ നാടുമായിട്ടുള്ള ഈ ചരിത്രത്തിൽ ഇടം പിടിച്ച ഈ കാവിനെ മൊത്തം മരങ്ങൾ വെട്ടി അവിടെ മുഴുവൻ സിമന്റ് പിന്നെ ആക്കാൻ പറ്റും. അവർക്ക് എല്ലാ സംവിധാനം കാവായി നിലനിർത്തേണ്ട എല്ലാ സാധനങ്ങളും. കുറെ പോലീസുകാർ ഇവിടെ വന്ന് കാവലിരിക്കുന്നത്. എന്ത് നടപടിയാണ് ഈ പോലീസിന്റെ ഭാഗത്തുള്ളത്? സർക്കാരിന്റെ ഭാഗത്ത് എന്ത് നടപടിയാണ്? ആരാണ് ഇവരെ നയിക്കുന്നത്? ഈ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആറന്മുളയെ സംബന്ധിച്ച്, പത്തനംതിട്ടയെ സംബന്ധിച്ച് ഈ കാവിന്റെ വിഷയം. സുഗതകുമാരി ടീച്ചറുടെ ആത്മാവിനോടാണ് പിണറായി വിജയൻ ഗവൺമെന്റ് ഈ അരുൺ സതി കൊല ചെയ്തിരിക്കുന്നത്. സുഗതകുമാരി ടീച്ചർ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഈ സമരം കെ സുരേന്ദ്രനായിരിക്കില്ല ഉദ്ഘാടനം ചെയ്യുക, സുഗതകുമാരി ടീച്ചറായിരുന്നു ഉദ്ഘാടനം ചെയ്യുക. അവരുടെ ആത്മാവ് പുറത്തില്ല പിണറായി വിജയൻ. അവരുടെ ആത്മാവ് പുറത്തില്ല. നിങ്ങൾ ഈ ചെയ്യുന്ന ചതിയുണ്ടല്ലോ, ഈ വഞ്ചനയുണ്ടല്ലോ, ഈ ഒരു പരിസ്ഥിതി സമൂഹത്തിനും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യം നിങ്ങളുടെ സർക്കാരിന്റെ പിന്നെ ഭരണാധികാരികൾ, ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയക്കാരും എല്ലാം ചേർന്നു വലിയ കൊലകൊമ്പയാണെന്ന് പറയുന്ന ഒരു MLA ആണല്ലോ ഇവിടെ ഉള്ളത്. അവരുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലായിരുന്നു ഇങ്ങനെ ഒരു ഗതികേടുണ്ടായതെങ്കിൽ എന്താ MLA ഒരു അക്ഷരം ഇതേക്കുറിച്ച് ഉണ്ടാക്കുന്നത്? ആറന്മുള MLA വീണ ജോർജിന്റെ നടപടി ഒരു കാവിനെതിരായിട്ടുള്ള സംഭവമല്ല, ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള 10,000-കണക്കിന് ആളുകളോടുള്ള വെല്ലുവിളിയാണ്. വീണ ജോർജ് ഈ നാടിന്റെ MLA ആണെങ്കിൽ ഈ കാവ് നശിപ്പിക്കുന്നതിനെതിരായി അവരുടെ നിലപാടെന്താണ് അവർ പറയേണ്ടതാവും.
ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ 50 മീറ്റർ ലേലബൂത്തിനുള്ളിൽ ഉണ്ടായിരുന്നില്ലേ? അയാൾ എന്ത് ചെയ്തു? ഈ കാവ് ഇങ്ങനെ തകർത്തിട്ട് ഒരു കത്തയച്ചു എന്നാണ് പറഞ്ഞത്. ആരുടെ കണ്ണുപൊടിയിലാണ് ഈ കത്തയച്ചത്? ഈ കാവ് നശിപ്പിക്കുന്നത് മുഴുവൻ കണ്ണുകൊണ്ട് കണ്ടവരല്ലേ? വീണ ജോർജും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും. എന്താ അവരെ ഭാഗത്ത് ഒരു നടപടി ഉണ്ടായില്ല? ചോദിക്കേണ്ട ചോദ്യം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൈകാരിക പ്രശ്നമാണ്. ഇത് കേവലമായിട്ടുള്ള ഒരു മരംമുടിയുടെ പ്രശ്നമല്ല. പണ്ട് സുഗതകുമാരി ടീച്ചർ വനം കൊള്ളക്കെതിരെ സംസാരിച്ചപ്പോൾ നമ്മുടെ ഒരു നിയമസഭാ സാമാജികൻ അസംബ്ലിയിൽ ചോദിച്ചത്, എന്നാൽ പിന്നെ കടലിൽ എങ്ങനെയാണ് മഴ പെയ്യുന്നത്? മരം മുറിച്ചാൽ മഴയുണ്ടാവില്ല എന്ന് പറഞ്ഞ കേരളത്തിലെ ഒരു MLA ടീച്ചറോട് ചോദിച്ചാൽ, എന്താ ടീച്ചറെ കടലിൽ പിന്നെ എങ്ങനെയാണ് മഴ പെയ്യുന്നത്? അങ്ങനെയുള്ളൊരു നാടാണ്. ഈ ഇടതും വലതും ചേർന്ന് നമ്മുടെ നാടിനെ ഈ മുറിയിലാണ് എത്തിച്ചിരിക്കുന്നത്. മനസാക്ഷിയുള്ളവർക്ക് ആർക്കും യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണിത്. നാടിന്റെ മനസാക്ഷി മരവിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ സമരം ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ പ്രസ്ഥാനങ്ങളും ഏറ്റെടുക്കുന്നത്. ഞാനത് അധികമൊന്നും പറയുന്നില്ല. ഈ കാവ് സംരക്ഷിക്കപ്പെടേണ്ടത് കേരളത്തിന്റെ ആകെ പൈതൃക സംരക്ഷണത്തിന്റെ ഒരു പ്രതീകമാണ്. അത് ഒരു ആറന്മുളക്കാരുടെ മാത്രം കാര്യമല്ല. അതുകൊണ്ടാണ് ഈ സമരത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ ഇത് നേരെയാക്കി തന്നിട്ടില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം നേരെയാക്കാൻ കഴിയില്ല. നിങ്ങൾ കുറിച്ച മരങ്ങൾ അവിടെ ഒട്ടിക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ കാവിനെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ KGS-നെ ഓടിക്കാൻ കരുത്തുള്ളവർക്ക് ഈ കാവ് വെട്ടിത്തെളിച്ചവരെ ഓടിക്കാൻ ആറന്മുളയിൽ അത് രാഹുൽ സോണിയാഗാന്ധിയൊക്കെ വന്നത് നമ്മുടെ വാർഡ്രയുടെ ആൾക്കാരാണ് KGS. അവരെ ആറന്മുളയുടെ മണ്ണിൽ നിന്ന് നമ്മൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആളുകളെ ഓടിക്കാൻ ഒരു പണിയും BJP-ക്കും RSS-നും സംഘപരിവാറിനും ഇല്ല എന്ന് അവർ ഓർമ്മിപ്പിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഈ ജില്ലയിൽ ആറന്മുളയിൽ സ്വാഗതത്തിന്റെ പേരിൽ നടക്കും. അതുപോലെ പാർട്ടികൾ ശക്തമായിട്ട് ഇതിനെതിരായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾക്ക് എല്ലാവരും ഒരു ആദര സൂചകമായിട്ട് ഇതൊരു നിഷ്കാമ കർമ്മമായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും ഇതിനെ സംരക്ഷിക്കാനുള്ള സമരമാണിത്. എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്.